തലവേദന അനുഭവിക്കുന്ന സമയത്ത് ഏതൊക്കെ തരം തലവേദനയാണ് ലഘുവായിട്ട് എടുക്കേണ്ടത്, ഏതൊക്കെയാണ് സീരിയസ് ആയിട്ട് എടുക്കേണ്ടത് എന്നുള്ളതിനെക്കുറിച്ച് പലപ്പോഴും നമുക്ക് കൺഫ്യൂഷനാണ്. ഈ ഒരു സംശയം തീർക്കാനുള്ളതാണ് ഇന്നത്തെ വീഡിയോ. ഞാൻ ഡോക്ടർ പെബീത, കോഴിക്കോട് ഡിസ്ട്രിക്ട് ഓപ്പറേറ്റീവ് ഹോസ്പിറ്റലിലെ ENT സർജനാണ്. ഒരു തലവേദന വരുമ്പോൾ എന്താണ് അതിന്റെ റെഡ് ഫ്ലാഗ്സ് അല്ലെങ്കിൽ റെഡ് സിഗ്നൽസ് എന്ന് നമ്മൾ അറിഞ്ഞിരിക്കണം. റെഡ് ഫ്ലാഗ്സ് കണ്ടെത്തുന്നതിന് മുമ്പ് ലോ റിസ്ക് ഫീച്ചേഴ്സ് എന്താണെന്ന് അറിഞ്ഞാൽ ഈ ഒരു കാറ്റഗറൈസേഷൻ കുറച്ചുകൂടി എളുപ്പമാണ്. ഏതൊക്കെ തരം ആൾക്കാരിലുള്ള തലവേദനകൾ നമുക്ക് ലഘുവായിട്ട് എടുക്കാം, അതല്ലെങ്കിൽ ഒരു എമർജൻസി ആയിട്ടുള്ള ഇൻവെസ്റ്റിഗേഷന് പുറമെ പോകണ്ട എന്നൊരു തീരുമാനം എടുക്കാൻ നമുക്ക് അറിയണം. ഈ കോഴ്സ് കഴിഞ്ഞു കഴിയുമ്പോൾ എന്തൊക്കെയാണ് ലോ റിസ്ക് ഫീച്ചേഴ്സ് ഒരു തലവേദനയിൽ? ഏറ്റവും ആദ്യം ഏജ് ലെസ് ദാൻ 50. ഒരു 50 വയസ്സിന്റെ താഴെയുള്ളവരുടെ തലവേദന ഇടയ്ക്കിടെ വരുന്നതാണ്, വളരെ ലൈറ്റ് ആയിട്ടുള്ളതാണ്, എന്തെങ്കിലും പ്രത്യേകിച്ച് സ്ട്രെസ്സിനോടൊപ്പം ഒക്കെയാണ് വരുന്നതെങ്കിൽ അത് നമുക്ക് കുറച്ച് ലഘുവായിട്ട് എടുക്കാം. 2-3 ദിവസത്തിനുള്ളിൽ അത് മാറിയില്ലെങ്കിൽ മാത്രം കൂടുതൽ സീരിയസ് ആയിട്ടുള്ള ഇൻവെസ്റ്റിഗേഷൻസ് ചെയ്തു നോക്കാം. ഇനി ഫീച്ചേഴ്സ് ടിപ്പിക്കൽ ഓഫ് പ്രൈമറി ഹെഡേക്ക്. സെക്കൻഡറി ഹെഡേക്കിന്റെ കാരണങ്ങളൊന്നും നമ്മൾ കാണുന്നില്ല, എന്നാൽ രോഗിക്ക് വളരെ ശക്തമായിട്ടുള്ള തലവേദനയൊന്നും ഇല്ലാന്ന് നമ്മൾ ഉറപ്പിച്ചാൽ അത് കൂടുതലും ഒരു മൈഗ്രെയിൻ ടൈപ്പ് അല്ലെങ്കിൽ ടെൻഷൻ ടൈപ്പ് തലവേദനയിലേക്ക് വിരൽ ചൂണ്ടും. പിന്നുള്ളത് ഹിസ്റ്ററി ഓഫ് സിമിലർ ഹെഡേക്ക് ഇൻ ദ പാസ്റ്റ്. ഇത്തരം തലവേദനകൾ ഇടയ്ക്കിടെ മുമ്പ് വരുന്ന ഒരാളാണ് നിങ്ങളെങ്കിൽ അതും ഒരു ലോ റിസ്ക് ഫീച്ചർ തന്നെയാണ്. ലോ റിസ്ക് എന്ന് ഞാൻ ഉദ്ദേശിക്കുന്നത് നമുക്ക് സെക്കൻഡറി ഹെഡേക്കുകളിലെ സീരിയസ് ആയിട്ടുള്ള കാരണങ്ങളൊന്നും മിസ്സാവാൻ പാടില്ല എന്ന് ഉറപ്പിക്കാൻ വേണ്ടിയിട്ടാണ്. അതേപോലെ നോർമൽ ന്യൂറോളജിക്കൽ എക്സാമിനേഷൻ, നമ്മൾ തന്നെ കുറെ കാര്യങ്ങൾ കേട്ടു, അതുപോലെ ഹീൻഡ് എന്ന വാക്ക് പഠിച്ചു. അപ്പൊ ഇത്തരം ഏരിയാസും പിന്നെ നമുക്ക് ഈ ഒരു തലവേദനയുടെ സമയത്ത് അപസ്മാരം ഉണ്ടാവുന്നില്ല, ബോധം നഷ്ടപ്പെടുന്നില്ല, കൈക്കും കാലിനും വീക്ക്നെസ് അനുഭവപ്പെടുന്നില്ല, ഇത്തരം കാര്യങ്ങളൊന്നും ഇല്ലെങ്കിൽ ഏകദേശം ഒരു നോർമൽ ന്യൂറോളജിക്കൽ എക്സാമിനേഷൻ ആണെന്ന് നമ്മൾക്ക് തിരിച്ചറിയാം. അതേപോലെ തന്നെ നോ ചേഞ്ച് ഇൻ ദ യൂഷ്വൽ ഹെഡേക്ക് പാറ്റേൺ. ഇതുവരെ നമുക്ക് വന്നുകൊണ്ടിരുന്ന തലവേദന പോലെ തന്നെയാണ് എനിക്ക് ഇന്ന് വന്ന തലവേദനയും, അതിൽ നിന്ന് പ്രത്യേകിച്ചുള്ള വ്യത്യാസങ്ങളൊന്നും ഇതുവരെ കണ്ടിട്ടില്ല എങ്കിൽ നമുക്ക് സമാധാനമായിട്ടിരിക്കാം. അതേപോലെ നോ ഹൈ റിസ്ക് ഡിസീസസ്. എന്തൊക്കെയാണ് നമ്മൾ നേരത്തെ പറഞ്ഞ ഹൈ റിസ്ക് ഡിസീസ്? അതായത് ക്യാൻസർ ഉള്ളവര്, അതല്ലെങ്കിൽ ഇമ്മ്യൂണോ സപ്രസീവ് മെഡിക്കേഷൻസ് എടുക്കുന്നവര്, പിന്നെ HIV പോലത്തെ അസുഖങ്ങളുള്ളവര്, ഇതൊക്കെ ഹൈ റിസ്ക് ഡിസീസസ് ഉള്ളവരിൽ തലവേദന നമ്മൾ ശ്രദ്ധിക്കണം. ഇത്തരത്തിലുള്ള മറ്റ് അസുഖങ്ങളൊന്നും ഇല്ലെങ്കിൽ ഈ തലവേദനയെ നമുക്ക് കുറച്ച് ലഘുവായിട്ട് എടുക്കാം. പിന്നെ ഇത്തരം കാര്യങ്ങളെല്ലാം നമ്മൾ ശ്രദ്ധിച്ചു മനസ്സിലാക്കിയതിന് ശേഷം നമ്മൾ തന്നെ സ്വയം ചോദ്യങ്ങൾ ചോദിച്ചു. ഹീൻഡ് ഏരിയാസിൽ ഒരു ജനറൽ എക്സാമിനേഷൻ നടത്തി നോക്കി. തലയിലോ മൂക്കിലോ കണ്ണിലോ വായുടെ ഉള്ളിലോ ഒന്നും പ്രത്യേകിച്ച് കുഴപ്പങ്ങളൊന്നും ഇല്ലെങ്കിൽ ഇത്തരം തലവേദനകൾ ഒരു പ്രൈമറി ഹെഡേക്കിലേക്ക് വിരൽ ചൂണ്ടുന്നു. വളരെ സീരിയസ് ആയിട്ടുള്ള ഹെഡേക്ക് ഇല്ലാന്ന് നമുക്ക് തിരിച്ചറിയാനും പറ്റും. ഇനി സീരിയസ് ആയിട്ടുള്ള ഹെഡേക്ക് അഥവാ തലവേദന വരുമ്പോൾ അതിന്റെ റെഡ് ഫ്ലാഗ്സ്, അപകട സൂചനകൾ എന്തൊക്കെയാണെന്ന് നമ്മൾ നിശ്ചയമായിട്ടും അറിഞ്ഞിരിക്കണം. അതിനൊരു എളുപ്പ വഴിയാണ് സ്നൂപ്പ്. ഈ സ്നൂപ്പ് എന്ന വാക്ക് നമ്മൾ മറക്കാനേ പാടില്ല. സ്ഥിരം തലവേദനയുള്ള ഒരു വീട്ടിലുണ്ടെങ്കിൽ, അതല്ലെങ്കിൽ ജോലി സ്ഥലത്ത് എന്നും തലവേദന കാരണം ലീവ് എടുക്കുന്ന ഒരു ഫ്രണ്ട് നിങ്ങൾക്കുണ്ടെങ്കിൽ ഈ സ്നൂപ്പ് എന്ന വാക്ക് നിങ്ങൾ തീർച്ചയായിട്ടും ഓർമ്മ വെച്ചിരിക്കണം. എന്താണ് സ്നൂപ്പ്? സ്നൂപ്പിലെ S സിസ്റ്റമിക് ഇൽനെസ്സിലേക്ക് വിരൽ ചൂണ്ടുന്നു. സിസ്റ്റമിക് ഇൽനെസ് എന്ന് പറഞ്ഞാൽ നമ്മുടെ ശരീരത്തിൽ മുഴുവൻ ബാധിക്കുന്ന ബാക്ടീരിയൽ ഇൻഫെക്ഷൻസ് ആവാം, അതല്ലെങ്കിൽ വൈറൽ ഇൻഫെക്ഷൻസ് ആവാം, മറ്റു തരം ശരീരത്തിന്റെ ഉള്ളിൽ തന്നെ ബാധിക്കുന്ന സീരിയസ് ആയിട്ടുള്ള അസുഖങ്ങളാവാം, അതല്ലെങ്കിൽ രോഗി പ്രഗ്നന്റ് ആവാം, HIV പോലത്തുള്ള അസുഖങ്ങൾ. ഇത്തരം അസുഖങ്ങളുടെ കൂടെ പനി, വിറയല്, വെയിറ്റ് ലോസ് തുടങ്ങിയ കാര്യങ്ങളൊക്കെ കണ്ടു കഴിഞ്ഞാൽ അത് ശരീരമാസകലം ബാധിക്കുന്ന ഒരു രോഗത്തെയാണ് വിരൽ ചൂണ്ടുന്നത്. ഈ S in SNOOP stands for systemic illness. ഇനി N, what is N? ന്യൂറോളജിക് സൈൻസ് ആൻഡ് സിംറ്റംസ്. നമ്മുടെ തലവേദനയോടൊപ്പം മെന്റൽ കൺഫ്യൂഷൻ, ശരിയായിട്ട് പ്രവർത്തിക്കാൻ പറ്റുന്നില്ല, എപ്പോഴും ഒരു കോർഡിനേഷൻ ഇല്ലായ്മയുണ്ട്, മുമ്പത്തെ സ്വഭാവത്തിൽ നിന്നൊരു വ്യത്യാസം കാണുന്നുണ്ട്, ഈ തലവേദനയുടെ സമയത്ത് എനിക്ക് ബോധം പോകുന്നു, അതല്ലെങ്കിൽ എന്റെ ഫ്രണ്ടിന് ആ സമയത്ത് അപസ്മാരം വരുന്നുണ്ട്, കണ്ണ് മറഞ്ഞതുപോലെ ഞാൻ ശ്രദ്ധിക്കുന്നുണ്ട്. അപ്പൊ ഇത്തരത്തിലുള്ള കാര്യങ്ങൾ കണ്ടു കഴിഞ്ഞാൽ അതൊരു റെഡ് ഫ്ലാഗ് ആണ്. അടുത്തത് സ്നൂപ്പിലെ O. എന്താണ് O? O ഫോർ ഓൺസെറ്റ് ഓഫ് ഹെഡേക്ക്. വളരെ സഡൻ ആയിട്ടുള്ള ഓൺസെറ്റ് ആണ്. പിന്നെ
പെട്ടെന്ന് എന്തെങ്കിലും ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ പെട്ടെന്ന് വന്നൊരു തലവേദനയാണ്. വളരെ സ്പ്ലിറ്റ് സെക്കൻഡ് മാത്രമേ എനിക്ക് അത് അനുഭവപ്പെട്ടിട്ടുള്ളൂ. അത് സഹിക്ക വയ്യാത്ത, ഇതുവരെ ഞാൻ അനുഭവിച്ചിട്ടില്ലാത്ത ഒരു തലവേദനയാണെങ്കിൽ നിർബന്ധമായും എമർജൻസി ഹെൽപ്പ് തന്നെ നമ്മൾ എടുക്കണം. ഇനി അടുത്ത O, സ്നൂപ്പിലെ 4ാമത്തെ ലെറ്റർ ആണ് നമ്മളിപ്പോ നോക്കുന്നത്. ഓൾഡർ ഏജ്. മുമ്പ് ഒരിക്കലും തലവേദന ഇല്ലാത്ത ഒരാള് ഒരു 50 വയസ്സിന്റെ മുകളിൽ തലവേദനയുമായിട്ട് വരികയാണ്, അത് പെട്ടെന്നുണ്ടായതാണ്, അങ്ങനെയൊക്കെയാണെങ്കിൽ അതൊരു അപകട സൂചനയാണ്. ഇതിലെ ഏജ് ലെസ് ദാൻ 50 അല്ല, ഏജ് മോർ ദാൻ 50. ഈ ഒരു തെറ്റിവിടെ വന്നിട്ടുണ്ട്. ഇനിയുള്ളത് പാറ്റേൺ ചേഞ്ച്. ഈ പാറ്റേൺ ചേഞ്ച് എന്ന് പറഞ്ഞാല് നേരത്തെ തലവേദന ഉള്ള ഒരാളില് തലവേദനയുടെ പാറ്റേണിൽ ഒരു വ്യത്യാസം കണ്ടുവരുന്നു. മുമ്പ് വന്ന പോലെ അല്ല, അത് ദിവസവും വരുന്നുണ്ട്. അതല്ലെങ്കിൽ എനിക്കത് സഹിക്കാനാവുന്നില്ല, കുറെ നേരം ഇത് നിലനിൽക്കുന്നു, അങ്ങനെയൊക്കെ ഉണ്ടെങ്കിലും അതൊരു അപകട സൂചനയാണ്. അതല്ലെങ്കിൽ ഇതുവരെ തലവേദന ഇല്ലാതിരുന്ന ഒരു ആൾക്ക്, പ്രത്യേകിച്ചും കുട്ടികളാണെങ്കിൽ പെട്ടെന്നുണ്ടായ തലവേദനയും ഈ ഒരു റെഡ് ഫ്ലാഗിന്റെ കാറ്റഗറിയിൽ വരുന്നു. അപ്പൊ ഈ സ്നൂപ്പ് എന്നുള്ള ന്യൂമോണിക് നമ്മൾ മറക്കാൻ പാടില്ല. S for systemic illness, N for neurological signs and symptoms, O for onset of headache, എങ്ങനെയാണ് തലവേദന തുടങ്ങിയത്. O represents older age, 50 വയസ്സിന്റെ മുകളിലാണ് തലവേദന പുതിയതായിട്ട് പ്രത്യക്ഷപ്പെട്ടതെങ്കിൽ അത് ഒരു അപകട സൂചനയാണ്. അതേപോലെ P for any change in pattern of headache. അടുത്ത തവണ നിങ്ങൾക്ക് തലവേദന വരുമ്പോൾ സ്നൂപ്പ് എന്ന ഈ വാക്ക് നിശ്ചയമായും ഓർമ്മിച്ചെടുക്കുക. തലവേദന അനുഭവിക്കുന്ന ഒരു ഫ്രണ്ടോ ഫാമിലി മെമ്പറോ നിങ്ങൾക്കുണ്ടെങ്കിൽ ഈ വീഡിയോ ഒന്ന് ഷെയർ ചെയ്യുക. എൻ്റെ ഈ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ വീഡിയോ ഒന്ന് ലൈക്ക് ചെയ്യുക, എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, വീഡിയോയ്ക്ക് താഴെ കമൻറ്റുകൾ രേഖപ്പെടുത്തുകയും ചെയ്യുക.